തിരുവോണമായിട്ട് ഇഞ്ചിക്കറി അല്ലെങ്കിൽ പുളിയിഞ്ചി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഉണ്ടാക്കി നോക്കാം. കാരണം വെച്ചാൽ നാളെ ഓണമല്ലേ. അപ്പോൾ അതിനായിട്ട് ഇഞ്ചി വൃത്തിയാക്കി കഴുകിയെടുത്ത് തൊണ്ട് കളഞ്ഞ് വട്ടത്തിൽ അരിഞ്ഞെടുക്കുക. അത് കഴിഞ്ഞിട്ട് അത് കുറച്ച് വെളിച്ചെണ്ണയിലിട്ട് നമ്മൾ വേറെ ചൂടാക്കിയെടുക്കുക. ശരിക്കും നല്ലോണം ചൂടാക്കാണ്ട് ഒരുവിധം ഡ്രൈ ആവണം. അത് കഴിഞ്ഞാൽ മിക്സിയിലിട്ട് പൊടിക്കുക. പൊടിച്ച് കഴിയുമ്പോൾ ഇതേമാതിരി ഇരിക്കും. ഈ കാണുന്നതാണ് പൊടിച്ച സാധനം. അതിന് ശേഷം നമ്മളതിനൊപ്പം തന്നെ നമ്മൾ തയ്യാറ് വയ്ക്കുക. കുറച്ച് പച്ചമുളക് അരിഞ്ഞ്, വേപ്പില, ചുവന്ന മുളക് അതൊക്കെ റെഡിയാക്കി വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പ് വേണം, മുളക് പൊടി വേണം, പിന്നെ മഞ്ഞൾ വേണം, കായം വേണം, കടുകിട്ട് വറക്കണം, അതൊക്കെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ പുളിവെള്ളം തിളപ്പിക്കുക. ശരിക്കും വാളംപുളി ഇട്ടാണ്. വാളംപുളി വെള്ളം തിളപ്പിച്ച് അത് മൺകലത്തിലാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് വൃത്തിയാവും, നല്ലോണം കുറുകി കിട്ടും. അപ്പം അതുകൊണ്ട് അതുപോലെ തിളപ്പിച്ചെടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ശർക്കര ഇട്ടും ഇതുപോലെ തന്നെ പുളി ചൂടുവെള്ളത്തിൽ ആട്ടാണ്ടോ അത് നമ്മൾ എന്താണ് കുറച്ചേരം വയ്ക്കണം. എങ്കിലും അതിൻ്റെ എസൻസും സത്തൊക്കെ കിട്ടുള്ളൂ. എന്നിട്ടാണ് ഈ കലത്തിലിട്ട് തിളപ്പിക്കുന്നത്. അതിനൊപ്പം തന്നെ ശർക്കര റെഡി ആയിട്ടുണ്ട്. ശർക്കര കൊണ്ട് തിളപ്പിച്ച് അത് അരിച്ചെടുക്കുക കല്ലില്ലാണ്ട്. എന്നിട്ട് അത് ഇതിനകത്തേക്ക് ഇപ്പം അങ്ങോട്ട് ഒഴിക്കും. ശർക്കര അതിനകത്തേക്ക് ഒഴിക്കുകയാണ്. കല്ല് കയറാണ്ടിരിക്കാൻ വേണ്ടി കൊണ്ട് എടുക്കുന്നത്. അപ്പോൾ ശർക്കരയും പുളിവെള്ളം കൂടി കിടന്നാൽ തിളയ്ക്കാണ്. ഒരു 5 മിനിറ്റ് അങ്ങോട്ട് തിളക്കട്ടെ. അപ്പോഴേക്കും നമ്മളെന്താ ചെയ്യുക, ഇതേവിടെ പാത്രത്തിൽ വെളിച്ചെണ്ണയൊക്കെ വെച്ച് അത് ചൂടായി കഴിഞ്ഞു. കടുകിട്ടു. കടുക് ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിനെ തട്ടരുത്. തട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി കൊള്ളാവും. കേട്ടാ, അത് കുഴപ്പമില്ല. കത്തിച്ചാൽ മതി ഒന്നുകൂടി. വേഗം ചെയ്യും, അല്ലെങ്കിൽ പിന്നെ അത് കത്തിപ്പോവും. പൊട്ടിയിട്ടില്ലല്ലേ. പൊട്ടി കഴിയുമ്പോൾ നമ്മൾ മസാല ഉണ്ടാക്കി വെച്ചത് കരിപ്പത്ത, അതായത് വേപ്പിലയും വേപ്പിലിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചുവന്ന മുളക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് പച്ചമുളക് ഇട്ടു. എല്ലാം കൂടി ഇട്ടിട്ട് ശരിക്കും അവിടെ ഇറക്കാം. അപ്പോൾ ഇതൊരു ഇതായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് എന്താണ് മഞ്ഞൾ പൊടി കുറച്ചിട്ടു. ആവശ്യത്തിന് മുളകിട്ടു. മുളക് കുറച്ചിട്ടാൽ മതി, അല്ലെങ്കിൽ ആൾക്കാർക്ക് കഴിക്കാൻ പറ്റില്ല. അതിൻ്റെ കൂടെ ഇച്ചിരി കായപ്പൊടി, കായം പൗഡർ വേണ്ട. കായത്തിൻ്റെ പൊടിയാണ്. നിൻ്റെ കയ്യാണല്ലോ എണ്ണ എന്തെങ്കിലും ആട്ടെ. കായമിട്ടു. ഇനി ഇളക്കാം. ഇനി അത് മസാലയും ചേരാനില്ല. ഇത്രയല്ലേ ഉള്ളൂ. ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ വറുത്ത് റെഡിയാക്കി വെച്ചേക്കണം. പൊടിച്ച് വെച്ചേക്കണം. ഇഞ്ചി അങ്ങോട്ട് കൂട്ടി കുറയ്ക്കാം. അങ്ങോട്ട് വഴട്ടിയിടുക. ശരിക്കും ചിരട്ടക്കയിലൊക്കെ ഉണ്ടോ, പണ്ട് കാലത്തുള്ള മോഡലാണ്. ഞങ്ങൾക്കൊന്ന് നോക്കാം. ഇനി അതങ്ങോട്ട് വഴട്ടി ശരിയാക്കിയെടുക്കാം. ഇപ്പം അതൊരുവിധം വെന്തിട്ടുണ്ട്. ഒരുവിധം കളറൊക്കെ ആയി, ചുവന്ന കളറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതിന് പയ്യെ കറുത്ത് വരും. കറക്കാൻ വേണ്ടി ഇരുന്നാൽ കത്തിപ്പോവും. അത് വേണ്ട. ഇപ്പം മതി. ഇനി ഇട്ടോ, അല്ലെങ്കിൽ ശരിയാവില്ല. ഇനി ഇത് സാധനം നമ്മുടെ പുളിവെള്ളത്തിലേക്ക്, ശർക്കര വെള്ളത്തിലേക്ക് ഇട്ട് അങ്ങോട്ട് വേവിക്കുക. കുറുക്കണമെങ്കിൽ ഉണ്ടല്ലോ കുറച്ച് സമയം എടുക്കും. അപ്പോഴത്തേക്കും ഞാൻ പോയി ന്യൂസ് കണ്ടുകൊണ്ട് കേട്ടെ. GST ഒക്കെ കുറച്ചുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ പോയി കണ്ട് കേട്ടെ. ഇതൊരു 5-10 മിനിറ്റ് എടുക്കും. ഒരു മിനിറ്റ് തിളച്ച് കുറച്ച് ഉപ്പ് കൊണ്ട് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പ് കൊണ്ട് ഇട്ടോ, അല്ലെങ്കിൽ ഉപ്പില്ലാണ്ടായി പോകും. ഇല്ലെങ്കിൽ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. മതി. നിനക്ക് ഒരുപാടില്ല, ഉപ്പ് കഴിക്കും. അപ്പം നമ്മുടെ ഇഞ്ചിപ്പുളി ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ആറാൻ വയ്ക്കുക. ആറി കഴിഞ്ഞാൽ നമുക്ക് നാളെ തിരുവോണത്തിന് ഇവനെ വിളമ്പാം.